നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി ഇന്നാണ്. PV അൻവർ മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമോ എന്ന് ഇന്നറിയാം. തൃണമൂൽ കോൺഗ്രസ് പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെങ്കിൽ ചിഹ്നവും ഇന്ന് ലഭിക്കും. കഴിഞ്ഞ 2 തവണയും PV അൻവർ മത്സരിച്ച് വിജയിച്ച ഓട്ടോറിക്ഷ ചിഹ്നം ലഭിക്കുമെന്നാണ് അൻവർ ക്യാമ്പ് പ്രതീക്ഷിക്കുന്നത്. BJP തെരഞ്ഞെടുപ്പ് കൺവെൻഷനും ഇന്നാണ്. സുഹൈൽ മുഹമ്മദാണ് നിലമ്പൂരിൽ നിന്ന് ചേരുന്നത്. സുഹൈൽ, ഗുഡ് മോർണിംഗ്. അവസാന നിമിഷം ഒരു മനംമാറ്റം ഉണ്ടാകുമോ PV അൻവറിനെന്ന് ഉറ്റുനോക്കുകയാണ്. ഒപ്പം തന്നെ മറ്റു പാർട്ടികളുടേതായിട്ടുള്ള പ്രചാരണ പരിപാടികളും ഇന്ന് പൊടിപിടിക്കുമല്ലോ. നമസ്കാരം ക്രിസ്റ്റിന, ഉന്മേഷ. ഇന്ന് ശരിക്കും നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാകുന്ന ദിനമാണ്. കാരണം ഇന്നാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. നേരത്തെ പല തെരഞ്ഞെടുപ്പുകളും ഇന്നത്തെ ദിവസത്തിന് വലിയ പ്രാധാന്യം ഉണ്ടാവാറില്ല. കാരണം നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചു കഴിഞ്ഞാൽ മുന്നണികൾ ഈ പ്രചാരണത്തിന് ട്രാക്കിലേക്ക് കയറിക്കഴിഞ്ഞാൽ ഈ ദിവസം അപ്രസക്തമാണ്. പക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ ദിവസത്തെ പ്രസക്തമാക്കുന്നത് അൻവർ എന്ന ഫാക്ടർ തന്നെയാണ്. കയ്യിൽ നയാ പൈസയില്ല, മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ അൻവർ നേരം ഇരുട്ടി വെളുക്കും മുമ്പ് തൃണമൂൽ സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പറയുകയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ അയാൾ സ്വതന്ത്രനായി മാറുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ശരിക്കും മറ്റൊരു സംസ്ഥാനത്തെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി ഈ സംസ്ഥാനത്ത് മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ഈ മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു തൃണമൂൽ സ്ഥാനാർത്ഥിയായി നൽകിയ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. പക്ഷേ ഇത്തരത്തിലൊരു പിഴവ് അൻവറിന് എങ്ങനെ സംഭവിച്ചെന്ന ചോദ്യം രാഷ്ട്രീയ കേരളം ഉയർത്തിയിരുന്നു. ഈ പിഴവ് മനഃപൂർവ്വം PV അൻവർ വരുത്തിയ രീതിയിൽ രാഷ്ട്രീയ വിമർശനം ഉയരുന്നുണ്ട്. ഇതിന് പ്രധാന കാരണം ഈ പാർട്ടിയുടെ അല്ലെങ്കിൽ തൃണമൂലിൻ്റെ ബന്ധനങ്ങളില്ലാതെ സ്വയം തീരുമാനമെടുക്കാനും ഭാവിയിലേക്ക് അടക്കം ഏത് മുന്നണിയിലേക്കും എങ്ങനെ പ്രവേശിക്കുവാനുള്ള സ്വാതന്ത്ര്യം നേടിയെടുക്കാനുള്ള ശ്രമമായിരുന്നു PV അൻവറിൻ്റെതായിരുന്നു പ്രധാനമായും ഉയർന്നൊരു ആരോപണം. അതിനുമപ്പുറത്തേക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിന്നാൽ ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള ദിവസം അൻവറിന് വേണമെങ്കിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് മത്സരരംഗത്ത് തന്നെ പിന്മാറാൻ കഴിയും. ഈ ഒരു ആശ്ചര്യവും ഈ ഒരു കൗതുകം തന്നെയാണ് ഇന്ന് നമ്മൾ ഉറ്റുനോക്കുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു നാടകീയത ഈ ദിനത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യം തന്നെയാണ് നിലമ്പൂരിൽ നിന്ന് പ്രധാനമായും ഉയരുന്നത്. അതായത് അൻവർ മത്സരിക്കുമോ ഇല്ലയോ എന്ന് കൃത്യമായി വ്യക്തമായി അറിയാൻ സാധിക്കുന്ന ദിനം കൂടിയാണ് ഇന്നുള്ളത്. ഇനി നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഒരു വാർത്തകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പിരിറ്റിലേക്ക് വരിക. നമുക്ക് പ്രധാനമായും പറയേണ്ടത് ഇനി കറക്റ്റ് പറഞ്ഞാൽ ഏകദേശം ഒരു 13-14 ദിവസങ്ങൾ മാത്രമാണ് ഈ ജനം ഹിതം രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിലേക്ക് വരാനുള്ളത്. അത് വളരെ ചുരുങ്ങിയ ദിനം. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളൊക്കെ അനുസരിച്ചാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന ദിവസങ്ങളുടെ ഒരു ദൈർഘ്യമെടുത്ത് പരിശോധിച്ചാൽ ഈ നിലമ്പൂരിൽ ആ ദിവസങ്ങൾ വളരെ പരിമിതമാണ്, വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ ദിനത്തിൽ പരമാവധി ജനങ്ങളിലേക്ക് സ്ഥാനാർത്ഥികളും അവരുടെ ആശയങ്ങളും എത്തിക്കുക എന്ന് തന്നെയാണ് ഇവരുടെ മുമ്പിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനുവേണ്ടി കാടടച്ചുള്ള പ്രചാരണമാണ് 3 മുന്നണികളും മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് പഞ്ചായത്ത് പര്യടനങ്ങളിലാണ് ഫോക്കസ് നൽകിയിരിക്കുന്നത്. LDF സ്ഥാനാർത്ഥിയും UDF സ്ഥാനാർത്ഥിയും NDA സ്ഥാനാർത്ഥിയും സമാനമായ രീതിയിൽ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. ഇനി NDAയുടെ കാര്യത്തിൽ ഇന്നൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിൽ പിന്നിലെത്തിയെങ്കിലും, അതായത് അവസാനമാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെങ്കിലും ആ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ട്രാക്കിലേക്ക് കുതിപ്പേകാൻ വേണ്ടി ഇന്ന് സുരേഷ് ഗോപി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ NDAക്ക് വേണ്ടി ഇന്ന് നിലമ്പൂരിലെത്തുന്നുണ്ട്. ഇന്ന് NDAയുടെ കൺവെൻഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ചൂടുപിടിച്ച തീ വാറുന്ന പോരാട്ടത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കളമായി നിലമ്പൂരിന്റെ മണ്ണ് മാറുകയാണ്. ഉന്മേഷ്, ക്രിസ്റ്റീന. സുഹൈൽ മുഹമ്മദാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.